ചേട്ടാ നമ്മുടെ നവീൻ ബാബുവിൻ്റെ കേസ് ഇപ്പോൾ 2 ദിവസം കൊണ്ടൊക്കെ മുങ്ങിയും താന്നും ഒക്കെ കളിക്കുകയാണ് ഇപ്പോൾ അത്. ഇതിപ്പോൾ മഞ്ജുഷ അദ്ദേഹത്തിൻ്റെ ഭാര്യ കൊടുത്തിരിക്കുന്നത് ഹൈക്കോടതിയിലും ഉണ്ട്, അവിടെ കണ്ണൂർ തലശ്ശേരി കോടതിയിലും സെഷൻസ് കോടതിയിലും ഉണ്ട്. അപ്പോൾ തെളിവുകൾ പ്രിസർവ് ചെയ്യണം എന്നുള്ളതാണ് മഞ്ജുഷ പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. തെളിവുകൾ നശിപ്പിക്കപ്പെടും, അത് പ്രിസർവ് ചെയ്യണം, അത് എടുത്തു വെക്കണം, അത് സൂക്ഷിക്കണം, സുരക്ഷിതമാക്കണം എന്നുള്ളത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ തെളിവുകളും. പക്ഷേ ഇന്നലെയാണെന്ന് എനിക്ക് തോന്നുന്നു മാതൃഭൂമിയിൽ വന്നൊരു ന്യൂസ്, മാതൃഭൂമിയിലെ ന്യൂസിനകത്ത് പറയുന്നുണ്ട് പോലീസിന്റെ തെളിവെടുപ്പ് കഴിഞ്ഞു, തെളിവെടുപ്പ് കഴിഞ്ഞു. പക്ഷെ അതിൽ പറയുന്ന ഒരു പാരഗ്രാഫിൽ പറയുന്നത് അദ്ദേഹം താമസിച്ചിരുന്ന പള്ളിക്കുന്ന് ഗസറ്റഡ് ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സിലെയും അതിന്റെ പരിസരത്തെയും CCTV വിഷ്വൽസ് ഒഴികെയുള്ള എല്ലാ CCTV വിഷ്വൽസും തെളിവുകളും എടുത്തു കഴിഞ്ഞു, പോലീസ് എടുത്തു കഴിഞ്ഞു. അവിടെ പള്ളിക്കുന്നിൽ അദ്ദേഹം താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിന്റെ അവിടുത്തെ അവിടെയല്ലേ ശരിക്കും ഈ മരണത്തിന്റെ ഏറ്റവും ശരിയാണ്. അദ്ദേഹം അന്ന് യാത്രയപ്പിന് ശേഷം യാത്ര പോയ ആള് തിരിച്ച് അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സിലേക്ക് വന്നാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബാക്കിയുള്ള മണിക്കൂറുകളിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് പുറത്തുനിന്ന് എടുത്തിരുന്നാലും ആ പരിസരത്തെ മരണപ്പെട്ട സ്ഥലത്ത് എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മരണപ്പെട്ടതിന് ചുറ്റുമുള്ള ആ സ്ഥലങ്ങളിലല്ലേ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. തീർച്ചയായിട്ടും ആ പരിസരത്ത് ഒരെണ്ണം പോലും ചിലപ്പോൾ ക്വാർട്ടേഴ്സിൽ CCTV ഉണ്ടാവില്ല, ചിലപ്പോൾ അതിന് പുറത്തുണ്ടാവുമല്ലോ. ആ പരിസരത്തെയും അങ്ങോട്ട് പോകാനുള്ള ഒരു വഴിയിൽ എന്തായാലും CCTV വിഷ്വൽസ് ഉണ്ടാവുമല്ലോ. ഈ പറയുന്ന പ്രശാന്തൻ ഇത് കൊടുത്തു എന്ന് പറയുന്ന ഒരു കൈക്കൂലി കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ല, ആ സ്ഥലത്ത് പോലും CCTV ഉണ്ടല്ലോ. CCTV ഇല്ലാണ്ടല്ലോ അവിടെ നിന്ന് കിട്ടിയത്. അവിടത്തെയെങ്കിലും പരിശോധിക്കണ്ടേ? വൈകുന്നേരം ആ വഴിക്ക് പോയോ, ആ വഴിക്ക് പോകാൻ പറ്റുമോ? ഈ കണ്ണൂർ പോലീസ് തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മോഷണം നടന്ന CCTVയും വിരലടയാളവും വെച്ചൊക്കെ കണ്ടുപിടിച്ചെന്ന് ഭയങ്കര പ്രമാദമായിട്ട് പറഞ്ഞത്. അല്ല, ഇത്രയും ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് അല്ലെ പ്രശാന്തന്റെ കൊടുത്തു എന്ന് പറയുന്ന ഭാഗത്തെ CCTV വിഷ്വൽസ് ഇന്നത്തെ ദിവസത്തെ ആ ദിവസത്തെ എന്തുകൊണ്ട് എടുക്കുന്നില്ല? ആ ദിവസത്തെ എന്തായാലും അതല്ലേ വേണ്ടത് ശരിക്കും. അവസാനം എന്ത് സംഭവിച്ചു? അങ്ങോട്ട് നവീൻ ബാബു ഒറ്റക്കാണോ പോയത്, അല്ലെങ്കിൽ നവീൻ ബാബുവിന് പിന്നാലെ വേറെ നവീൻ ബാബുവിന് ആരെങ്കിലും കൊണ്ടുപോയതാണോ? നവീൻ ബാബു തിരിച്ചാരെങ്കിലും ആ ഭാഗത്ത് നിന്ന് പോന്നിട്ടുണ്ടോ? അതുപോലെ ഈ മുനീശ്വരൻ കോവിൽ എന്ന് പറയുന്നത് ഒരിക്കലും ആൾവാസമില്ലാത്ത സ്ഥലമൊന്നും അല്ലെന്നാ പറയുന്നത്. കാര്യം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനും പള്ളിക്കുന്നും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഇദ്ദേഹം താമസിക്കുന്ന പള്ളിക്കുന്ന് എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു ഓട്ടോയിൽ കയറിയതായിട്ടും അങ്ങനെ ഒന്നും തന്നെ CCTV വിഷ്വൽസിൽ കണ്ടു കിട്ടിയിട്ടില്ല. എന്നിട്ടും ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. വേറൊരു കാര്യം എന്റെ ഒരു സംശയം അറിയോ, കാലങ്ങൾ കഴിയുന്നതോറും CCTV ദൃശ്യമാണെങ്കിൽ അതൊക്കെ നഷ്ടപ്പെട്ടു പോകൂലേ? CCTV വിഷ്വൽസ് നമുക്ക് റിട്രൈവ് ചെയ്തെടുക്കാൻ പറ്റും. എത്ര മാസം വരെ? അത് നമ്മൾ തന്നെ ഇത് ചെയ്ത് വെക്കുന്നത് അല്ല, അങ്ങനെയല്ല. നമ്മൾ തന്നെ അതില് നമ്മളിപ്പോ ഇത്ര ദിവസം കഴിയുമ്പോൾ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജസ് പോകുന്ന രീതിയിൽ വെക്കില്ല. അതുപോലെ 30 ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പോകുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. 90 ദിവസം കഴിഞ്ഞിട്ട് പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. ഇതിപ്പോ 90 ദിവസം കഴിഞ്ഞു, അങ്ങേറ്റം 90 ദിവസമാണ്. 90 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോ ഏതായാലും തെളിവ് നശിപ്പിക്കാനായിട്ട് പോലീസ് വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. തെളിവ് ഉണ്ടാക്കാനല്ല, തെളിവ് നശിപ്പിക്കാനാണ് കഷ്ടപ്പെടുന്നത്. ഇതിപ്പോ ശരിക്കും പോലീസ് സമ്മതിച്ചിരിക്കുകയാണ്, അത് കൊലപാതകമാണ് എന്ന് സമ്മതിക്കുന്നതിന് തുല്യമാണ് ഈ പറയുന്ന ഒരൊറ്റ വരി. പള്ളിക്കുന്നിലെ CCTV വിഷ്വൽസ് ഒഴിച്ച് ബാക്കിയെല്ലാം ഞങ്ങൾ എടുത്തു കഴിഞ്ഞു. ബിക്കോസ് പള്ളിക്കുന്നിലെ CCTV വിഷ്വൽസ് എടുത്താല് ഇപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ കോടതിയിൽ ഈ ഒരു പർട്ടിക്കുലർ ഈ പ്ലേസിലെ വിഷ്വൽസ് ഇല്ല എന്ന് തന്നെ പറഞ്ഞിരിക്കുക. അത് പറയും. അപ്പൊ അത് പറഞ്ഞിട്ട് ഇനി അടുത്ത മൂവ്മെന്റ് അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഈ 90 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഒരുവിധം ഈ CCTV വിഷ്വൽസിന്റെ ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് 90 ദിവസം വരെ ഉള്ളതാണ്. നമ്മൾ ഏതായാലും കോടതിയിൽ അവരുടെ വക്കീൽ ഈ കേസ് കുത്തിപ്പൊക്കുക തന്നെ ചെയ്യും. കുത്തിപ്പൊക്കില്ല എന്നല്ല, പക്ഷെ ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ കേരള പോലീസ് പറയാന്ന് പറയുന്നത് ആക്ഷേപമാണ്, ശരിക്കും അവരുടെ അവമതിപ്പ് തന്നെയാണത്. എന്ന് വെച്ചാൽ ഞങ്ങൾ അത് എടുത്തിട്ടില്ല, പള്ളിക്കുന്നിലെ ഞങ്ങൾ എടുത്തിട്ടില്ല. പള്ളിക്കുന്നിലെ എടുത്തു കഴിഞ്ഞാൽ ഇത് കൊലപാതകമാണെന്നങ്ങ് ഞങ്ങൾക്ക് പറയേണ്ടി വരും. അപ്പോൾ പോലീസ് ശരിക്കും നമ്മുടെ കേരള പോലീസ്, കണ്ണൂർ പോലീസുകാർ തന്നെ സമ്മതിച്ചിരിക്കുകയാണ് നവീൻ ബാബുവിൻ്റെത് കൊലപാതകമാണ് എന്ന്. ഈ ഒരു കൊലപാതകമാണ് എന്നുള്ളത് തന്നെ പോലീസ് തന്നെ സമ്മതിക്കുന്നതായിട്ട് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും അവിടെ. പിന്നെ ഈ വിഷ്വൽസിന്റെ കാര്യം പറയുകയാണെങ്കിൽ വിഷ്വൽസ് അന്നത്തെ ദിവസം ഈ ഓട്ടോയിൽ കയറി അങ്ങനത്തെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോഴും അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, ഇത് നമ്മൾ ഒരു കാര്യം പറഞ്ഞ് സമ്മതിപ്പിക്കുക എന്നൊരു അങ്ങനെയാണെങ്കിൽ വേറെ പറഞ്ഞ് അതിനെ ഒരു കള്ളത്തിനെ പലതവണ പറഞ്ഞ് സത്യമാക്കും എന്ന് പറയുന്നില്ല. പക്ഷെ ഇതിൽ വേറൊരു ഭയങ്കര ട്രാപ്പ് കൂടെ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നിയതല്ല, ഞാൻ പലയിടത്തും കണ്ടതും കേട്ടതല്ല. അതായത് ഇതിൽ ഇവർ തുടക്കം മുതൽ ഈ പറയുന്ന പി ദിവ്യ എന്ന യുവതി അദ്ദേഹത്തിനെ മാനസികമായി പീഡിപ്പിച്ചത് കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. അത് ആത്മഹത്യ ആവുകയാണ്, അല്ലെങ്കിൽ ആത്മഹത്യ ആക്കി പാർട്ടി തീർക്കുകയാണെങ്കിൽ
തീർത്താൽ പി ദിവ്യ തീരും. പി ദിവ്യയുടെ കരിയർ തീരും, രാഷ്ട്രീയ ഭാവി തീരും. അവര് എന്നറിയില്ല. എന്തായാലും അതും ഒരു ക്രെഡിറ്റ് ആയിട്ട്. കാര്യം ഇന്നലെ പെരിയ കേസിലെ പ്രതികൾ നടന്ന രംഗം കണ്ടോ? നെഞ്ചും വിരിച്ചാണ് വരുന്നത് എല്ലാവരും. ഇവർക്ക് ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇവർക്ക് വിഡ്ഢിസ്വർഗത്തിലായിരിക്കും ജീവിക്കുക. കാര്യം ഇവൻ ഒരു വേള ചിന്തിച്ചൂടെ, ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ചതയിലും മണ്ണ് വീഴും എന്നുള്ളൊരു ഇവൻ ആലോചിക്കണ്ടേ? ഉറപ്പായിട്ടും അതവൻ ചിന്തിക്കുന്നില്ല. എന്നും ഈ ഇവർക്കുണ്ടാവുമോ? ഒരു വേള ആ അനിയത്തി പെൺകുട്ടി തന്നെ പറഞ്ഞ് അവളുടെ ആ വികാരം കണ്ടോ? ആ മരിച്ച ആണുങ്ങളിൽ അവരുടെ ഒരു സഹോദരി പറഞ്ഞത് കണ്ടോ? അപ്പൊ അതുകൊണ്ട് ഇതില് ഈ പറയുന്ന പി ദിവ്യ എന്ന അവരുടെ പാർട്ടിക്കാരിയെ ആത്മഹത്യ പ്രേരണ കുറ്റത്തിൽ ഒതുക്കി ഈ കേസ് ഒതുക്കി തീർക്കാൻ അവർ ശ്രമിക്കുകയായിരുന്നു. നേരെ മറിച്ച് ഇത് CBI, ഇപ്പം കൃപേഷിന്റെ ശരത്ലാലിന്റെ പെരിയയിലെ ഇരട്ടക്കൊലക്കേസിൽ CBI അന്വേഷണം വേണ്ട എന്ന് സുപ്രീം കോടതി വരെ പോയൊരു സർക്കാരാണ്. അതെന്തുകൊണ്ടാണ്? വ്യക്തമായ തെളിവ് CPM തന്നെയാണ് ഇതിന്റെ കൊലയാളികളെന്ന് അവർക്കുള്ളത് കൊണ്ടാണ് അവർ ഇതിന്റെ പിറകെ പോയത്. പക്ഷെ ഈ കേസിൽ CBI അന്വേഷണം വന്നാൽ, ഇപ്പം മറ്റേതിൽ ഈ പറയുന്ന കുഞ്ഞിരാമൻ എന്ന് പറയുന്നത് ഈ പിന്നെ എന്തിനു പറഞ്ഞ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോൾ പോലും കുഞ്ഞിരാമ കേസിൽ പ്രതിയല്ല, ഏത് ഉദുമയിലെ പഴയ MLA. അപ്പൊ അത് കൊലപാതകമായതുകൊണ്ട് CBIക്ക് കൊലപാതകമാണ് എന്ന സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് അന്വേഷിക്കാൻ പറ്റി. ഇത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നുള്ളത് അറിയാതെയാണ് CBI. എന്തായാലും പക്ഷെ ഇതിനകത്ത് കൊണ്ട് CBI അന്വേഷണം വന്നാൽ ഇനി ഇതിൽ ഹൈക്കോടതി വേറൊരു തരത്തിൽ അമാന്തിക്കേണ്ട കാര്യമില്ല. കാര്യം അത് കൊലപാതകമാണ്, നവീൻ ബാബുവിന്റെതും CBI അന്വേഷിക്കട്ടെ എന്ന് സ്റ്റേണായ ഒരു തീരുമാനമെടുത്താൽ ഈ പറയുന്ന സർക്കാരിൽ സുപ്രീം കോടതി പോയാലും ഇവരുടെ പെറ്റീഷൻ സ്ട്രോങ് ആണെങ്കിൽ, അതായത് കുടുംബത്തിന്റെ പെറ്റീഷൻ സ്ട്രോങ് ആണെങ്കിൽ അന്വേഷണം ഇപ്പോൾ CBI പാർട്ടിയെ തള്ളണോ എന്നുള്ളത് പാർട്ടിയാണ് നോക്കുന്നത്. കാര്യം കൊലപാതകമാണെങ്കിൽ അന്വേഷണത്തിൽ കൊലപാതകം തെളിഞ്ഞാൽ പാർട്ടിയുടെ ചീട്ട് കീറും. പാർട്ടി തീർന്നു. അതിലും നല്ലത് ഗോവിന്ദന്റെ കേഡർ ദിവ്യയെ അതൊരു കപടതയാണ്. ഇന്നലെയും പത്തനംതിട്ട പറഞ്ഞു ഒരു കേഡറിന് ആപത്ത് പറ്റിയപ്പോൾ പിന്നെ നമ്മൾ കുറ്റം പറഞ്ഞു എന്ന്. അത് വെറും വ്യാജമാണ്. ആ പറച്ചിൽ വ്യാജമാണ്. അതായത് ഒരു വേള പാർട്ടി രക്ഷപ്പെടാനായി എന്തും കാണിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇപ്പോൾ അല്പം മുമ്പ് നമ്മൾ സുജാതൻ എന്ന് പറയുന്ന സീനിയർ പത്രപ്രവർത്തകനായിട്ട് സംസാരിച്ചപ്പോൾ തൃക്കരിപ്പൂർ എന്നൊരു സ്ഥലം കാസർഗോഡ്, അവിടെ തൃക്കരിപ്പൂർ ഈ പറയുന്ന നയനാര് മത്സരിച്ചു. 1984 സംഭവമാണ് ഈ പറയുന്നത്. 84 88 ആണ്, എനിക്ക് വർഷം ഓർമ്മയില്ല. അന്ന് നയനാര് തോക്കുമെന്ന് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു, പോലീസ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ട് സുജാതൻ സാർ പത്രത്തിൽ എഴുതാൻ കൊടുത്തപ്പോൾ അവർ എഡിറ്റോറിയൽ ഇതിനെ തടഞ്ഞു വെച്ചൊക്കെ രസകരമായ കുറെ കഥകളൊക്കെ സാറ് പറഞ്ഞു. എന്നിട്ട് അവസാനം ആ റിപ്പോർട്ട് വന്നപ്പോൾ നയനാർ തോൽക്കും എന്ന് പറഞ്ഞ ആ റിപ്പോർട്ട് വന്നപ്പോൾ നയനാർ ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. എങ്ങനെയാ? പാർട്ടി ഓഫീസ്, ചീമേനിയിൽ ഒരു പാർട്ടി ഓഫീസ് കയറി കോൺഗ്രസ്സുകാര് അവരുടെ 5 പാർട്ടിക്കാരെ കൊന്നു. 5 പാർട്ടിക്കാരെ കൊന്നപ്പോൾ അനുകമ്പയിൽ CPM വോട്ട് കിട്ടി. അങ്ങനെ നയനാർ ജയിച്ചു. അപ്പൊ ജയിക്കാൻ എന്തടവും ഈ പാർട്ടി പ്രയോഗിക്കും? ചീമേനിയിലെ കൊലപാതകത്തിനെ കുറിച്ച് അറിയാവുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ രാഷ്ട്രീയം അറിയുന്നവർക്കറിയാം, ചീമേനിയിലെ ആ കൊലപാതകമായിരുന്നു 6000 വോട്ടിന് അന്ന് നയനാർ ജയിച്ചത്. ഇല്ലെങ്കിൽ നയനാർ ജയിക്കില്ല. നയനാർ 84 ഇലക്ഷനാണ് അത്, ജയിക്കില്ല. അത് തോക്കുമെന്ന് കണ്ട് അറിഞ്ഞ ആ വാർത്ത വന്നപ്പോൾ CPM, കാര്യം ഇതെങ്ങനെയാ കൊല്ലുന്നത്? കോൺഗ്രസ്സുകാരനായ ഒരു ബൂത്ത് ഏജന്റ് അവിടെ പിന്നെ ഇലക്ഷൻ സമയത്ത് ഇരിക്കുമ്പോൾ കള്ള വോട്ട് കയ്യോടെ പിടിക്കുമ്പോൾ ആ കയ്യോടെ പിടിച്ചതിന്റെ വൈരാഗ്യത്തിൽ അവനെ, ആ ബൂത്ത് ഏജന്റിനെ കൊന്നു എന്നുള്ളതിന്റെ വൈരാഗ്യം തിരിച്ച് കോൺഗ്രസ്സുകാർ ഇവരെ പാർട്ടി ഓഫീസിൽ കയറി അടിച്ചു. അങ്ങനെയാണ് ഈ പറയുന്ന കേസ്. അങ്ങനെയുള്ള പാരമ്പര്യമുള്ളൊരു പാർട്ടി ഏത് വിധേനയും ജയിക്കാനായി എന്തും കാണിക്കും. ഉറപ്പായിട്ടും. അതിപ്പോ ഈ ദിവ്യയുടെ കേസിൽ ദിവ്യ ഇപ്പോൾ ഉള്ളൊരൊറ്റ ചോദ്യം ഇതാണ്, ഇത് കൊലപാതകമാകുമോ? കൊലപാതകമായിട്ട് സ്വന്തം പാർട്ടി തന്നെ നശിക്കണോ? അല്ലെങ്കിൽ ദിവ്യ എന്ന് പറയുന്നത് മിക്കവാറും ഇപ്പൊ ഞാൻ എന്റെ പല സുഹൃത്തുക്കൾ, മുഖ്യധാരയിലെ പല നിയമവശങ്ങൾ കൈകാര്യം ചെയ്യുന്ന മാധ്യമ സുഹൃത്തുക്കളുമായി ഞാൻ സംസാരിച്ചപ്പോഴും അല്ലാതെ ചാനൽ സുഹൃത്തെ ഇത് ഒരു ആത്മഹത്യയായി തന്നെ കൊണ്ടെത്തിക്കാനാണ് ഈ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഒരു വേള പ്രേക്ഷകർക്ക് നിങ്ങൾ കൊലപാതകമെന്ന് നിങ്ങളും പറയുന്നതിന്റെ നമ്മുടെ ആ ഒരു ഇത് കെടുത്താനല്ല ഈ പറയുന്നത്. അവർ പറയുന്നത് ഇങ്ങനെയാണ്. അതാണ് ഈ പാർട്ടിയുടെ പാരമ്പര്യം. അങ്ങനെയെങ്കിൽ പി ദിവ്യ തീർന്നു. ഇല്ല ഇത് കൊലപാതകമാണ് കൊലപാതകമാണ് എന്ന് നമുക്ക് അരിയാഹാരം കഴിക്കുന്നവർക്ക് സുഖമായി തീർച്ചയായിട്ടും ഇത് കൊലപാതകമാണ് എന്ന് CBIക്ക് തെളിയിക്കാൻ പറ്റിയാൽ, CBI ഇത് തെളിയിച്ചാൽ
അത് ഏറ്റവും നമ്മുടെ പരമോന്നത നീതിപീഠത്തിന്റെ ഏറ്റവും വലിയ വിജയമായിരിക്കും. പോലീസിന്റെ റിപ്പോർട്ടിൽ പോലും പല ഈ ചേരായികകൾ ഒരുപാടാണ്. കൂട്ടിച്ചേരലുകൾ പ്രശാന്തന്റെ കാര്യം പോലും എടുക്കുന്നു. പ്രശാന്തനെ പോലെ ഒരാൾ ചെന്നിട്ട് പോലീസിനോട് പറയാം എനിക്ക് 2 ഒപ്പുണ്ട്, വ്യാജ ഫ്രോഡാണെന്നുള്ളത് അതെങ്ങനെയാണ് ഒരു പോലീസിന് അംഗീകരിക്കാൻ പറ്റുന്നത്? പിന്നെ 5-ാം തീയതി അദ്ദേഹത്തിനെ കണ്ടതിന്റെ CCTV വിഷ്വൽസ്, കൈക്കൂലി കൊടുക്കാൻ കണ്ടു എന്നുള്ളതിന്റെ CCTV വിഷ്വൽസ് നമ്മൾ കണ്ടത്. പക്ഷെ 6-ാം തീയതിയാണ് കൈക്കൂലി ചോദിച്ചു എന്ന് പറയുന്നത്. അതായത് 6-ാം തീയതി ചോദിച്ച കൈക്കൂലി 5-ാം തീയതി തന്നെ സ്വർണം പണയം കൊടുത്തോ? പരാതി പറയുമ്പോൾ 5-ാം തീയതിയാണോ 7-ാം തീയതി? 6-ാം തീയതിയാണ് കൈക്കൂലി കൊടുത്തത്, കൈക്കൂലി ചോദിച്ചു എന്ന് പറയുന്നത്. പക്ഷെ ഈ CCTV വിഷ്വൽസ് 5-ാം തീയതിയിലാണ്. അതായത് 6-ാം തീയതി ചോദിച്ചു എന്ന് പറയുന്ന വിഷ്വൽസ്, 5-ാം തീയതിയാണ് പണം എടുത്തിരിക്കുന്നത്. അപ്പോ 6-ാം തീയതി നാളെ ചോദിക്കാനിരിക്കുന്ന അതിനു മുമ്പ് തന്നെ പൈസ എടുത്തു. അത് എവിടെയും യോജിപ്പില്ലാത്തൊരു കാര്യമാണ്. ഇതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ആയിരുന്നു, പക്ഷെ എവിടേക്കോ ചില പിഴവുകൾ ഇവർക്ക് പറ്റി. ആ പിഴവുകളിലാണ് ഈ കള്ളം ഒളിഞ്ഞിരിക്കുന്നത്. വലിയ കള്ളമാണെങ്കിലും ഏതൊരു കുറ്റം അല്ല, അത് അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ എവിടെ കൊണ്ട് ഇത് മൂടി വെച്ചാലും ആ സത്യം പുറത്തു വരും. ഒരു നാൾ ഇപ്പൊ നമ്മൾ തന്നെ ബാലഭാസ്കറിന്റെ മരണം തന്നെ കറങ്ങി തിരിഞ്ഞു വന്നില്ലേ? അതിലുമൊക്കെ തന്നെ അതിൽ ചിലപ്പോ അത് വലിയ ബിഗ് തോക്കുകളായ സ്വർണ്ണ കച്ചവടക്കാരൊക്കെ, സ്വർണ്ണ ജ്വല്ലറിക്കാരൊക്കെ ഉള്ളപ്പോൾ അതൊന്നും വെളിയിൽ വരാനുള്ള സാധ്യത ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ പക്ഷെ ഇതിൽ അങ്ങനെയല്ല. ഇതിലൊരു രാഷ്ട്രീയ പാർട്ടി ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ പിന്നെ CPM ആണ് ഈ കഴിഞ്ഞ പെരിയയിലെ കേസ് തന്നെ അവര് എന്താ പറയുന്നത്, പെരിയയിലെ കേസിൽ ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് ഇന്നലെ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത വാസിഫ് ഉൾപ്പെടെ അവരുടെ ആൾക്കാർ എല്ലാം സമർത്ഥിക്കുകയായിരുന്നു. നാണം കെട്ട സാമർത്ഥ്യമായിരുന്നു. അതായത് ഷാജഹാൻ സാർ ഇന്നലെ ചർച്ചയിൽ പറഞ്ഞത് പ്രോസിക്യൂഷന് വൻ പരാജയമായിരുന്നു. പ്രോസിക്യൂഷന്റെ വാദങ്ങളൊക്കെ തന്നെ പൊളിഞ്ഞു പോവുകയായിരുന്നു. കുഞ്ഞിരാമൻ ഇതിൽ ആ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പ്രതികളെ പിടിച്ചിറക്കിക്കൊണ്ടുവരികയായിരുന്നു, ഈ കൊലക്കേസിലെ പ്രതികളെ. അങ്ങനെ പ്രോസിക്യൂഷൻ പ്രതികൾക്ക് വേണ്ടി വാദിച്ച് നമ്മുടെ 3.5 കോടി രൂപയാണ് സുപ്രീം കോടതിയിൽ CBI അന്വേഷണം പോകാതിരിക്കാനായി ഈ സർക്കാർ എറിഞ്ഞത്. അത് എന്ത് അഹങ്കാരത്തിലാണ് എറിഞ്ഞത്? നമ്മൾ പ്രതികരിക്കേണ്ട സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു. ഏതായാലും നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ടി വരും. അതായത് ഈ ചർച്ച ഞങ്ങൾ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. പോലീസ് ബോധപൂർവം പല തെളിവുകളും ബഹുമാനപ്പെട്ട കോടതി സമക്ഷം കൂടിയാണ് നമ്മൾ ഈ പറയുന്നത്. അതായത് ഹൈക്കോടതി ഈ വിധി വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഭാര്യ പലതവണ ആവശ്യപ്പെട്ടിരിക്കുന്നു. CCTV ദൃശ്യങ്ങൾ അദ്ദേഹം മരണപ്പെട്ട പരിസരത്ത് അദ്ദേഹത്തിന്റെ ആ വീടിനടുത്ത് എന്ത് സംഭവിച്ചോ എന്നുള്ളത് കാണുന്ന CCTV ദൃശ്യങ്ങൾ പോലീസ് മനഃപൂർവ്വം ശേഖരിച്ചിട്ടില്ല. ഇനി ഐശ്വര്യയോട് പറഞ്ഞ് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഇല്ല, ഇത് ഈ 3 മാസത്തിൻ്റെ ഇത്രയും നാൾ കഴിഞ്ഞിട്ടും CCTV വിഷ്വൽസ് സാധാരണ ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ അറിയാമല്ലോ. ഇവിടെ വെച്ച് ഞാൻ മരിക്കുന്നു, ക്രൈമില് ഇവിടെ വെച്ച് എനിക്കൊന്നും പറ്റണമെന്നല്ല കേട്ടോ. ഇവിടെ വെച്ച് ഞാൻ മരിക്കുന്നു, ഇവിടെ CCTV ഉണ്ടെങ്കിൽ ഇവിടെ എടുക്കും, ഇവിടെ ഇല്ലെങ്കിൽ പുറത്തുനിന്ന് ഞാൻ വന്നതും ഇവിടെ നിന്ന് വന്നതും പോയതുമായിട്ടുള്ളത് എടുക്കും. അതൊക്കെയല്ലേ ആദ്യം വേണ്ട. അല്ലാണ്ട് പെരുമ്പളത്ത് അങ്ങ് കിടക്കുന്ന എൻ്റെ വീട്ടിലുള്ള എൻ്റെ CCTV വിഷ്വൽസ് എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ലാസ്റ്റ് കണ്ടത് എൻ്റെ അമ്മ എന്നെ ലാസ്റ്റ് കണ്ടത് എൻ്റെ വീട്ടിൽ നിന്നായിരിക്കും. അപ്പൊ എൻ്റെ വീട്ടിലെ CCTV ഉദാഹരണം എന്റെ സഹപ്രവർത്തകർ പറഞ്ഞത് ഒരു തമാശയായിട്ട് എടുക്കാം. ഏതായാലും ആ തമാശയിലും ഒരു വലിയ കാര്യമുണ്ട്. ഈ കേസ് ഇതിന്റെ മർമ്മപ്രധാനമായ ഭാഗങ്ങൾ ബോധപൂർവം ഇത്തരത്തിൽ തെളിവുകൾ ഒളിച്ചു വെക്കാൻ പോലീസ് കുൽസിത ബുദ്ധി ഉപയോഗിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇത് കോടതിയിൽ ചീട്ട് കീറുന്ന പോലെ കീറുമെന്ന് തന്നെ നമുക്ക് ധരിക്കാം. അങ്ങനെ തന്നെ നമ്മുടെ പ്രേക്ഷകർ ധരിക്കുക. ഇതൊരു കൊലപാതകം തന്നെയാണ് എന്ന് തന്നെ നമുക്ക് അടിവരയിട്ട് പറയേണ്ടി വരും.